പ്രോംപ്റ്റഡ് ദീസ് ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു ചേഞ്ചസിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾക്ക്, ഈ മാറ്റങ്ങൾക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊന്നാണ് the increase of yagas and the animal sacrifice in association with them adversely affected the progress of agriculture. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപാട് കൂടി എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് യാഗങ്ങളും ഒരുപാട് കൂടി. അപ്പം യാഗങ്ങൾ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അവർ യൂസ് ചെയ്യുന്നത് അനിമൽസിനെയാണ്, മൃഗങ്ങളെയാണ്. മൃഗബലികളൊക്കെ അന്ന് നടത്തുമായിരുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ ഫലമായിട്ട് അവരുടെ അഗ്രികൾച്ചറിനെ, കൃഷിയെ അത് ഒരുപാട് ബാധിക്കാനായിട്ട് തുടങ്ങി. ജനങ്ങളുടെ കൃഷി ഒരുപാട് ബാധിക്കാനായിട്ട് തുടങ്ങി അല്ലേ. ഈ അനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കൃഷി, അതായത് പ്രധാനമായിട്ട് യാഗങ്ങൾക്ക് അവർ യൂസ് ചെയ്തിരുന്നത് കാളകൾ, കാറ്റിൽസ്, ഇവർ വളർത്തുന്ന മൃഗങ്ങളെയായിരുന്നു. അപ്പം ഈ വളർത്തു മൃഗങ്ങൾ, ഈ കാറ്റിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ നിലം മറിയാനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, ഇവർക്ക് കൃഷിക്ക് വേണ്ടിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ഫാമിങ്ങും ഒക്കെ നടത്തുന്നതാണ്. അപ്പം യാഗങ്ങളുടെ എണ്ണം ആ കാലഘട്ടത്തിൽ കൂടിയപ്പോഴത്തേക്ക് ഈ അനിമൽസിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി. അതോടെ അത് കൃഷിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്, വിത്ത് ആൻ ഇൻക്രീസ് ഇൻ റൈച്വൽസ് ആൻഡ് സാക്രിഫൈസസ് ദ പ്രീസ്റ്റ് സ്റ്റാർട്ടഡ് അമാസിങ് വെൽത്ത് ആൻഡ് thereby exerted supremacy over others. ഓക്കെ, അതായത് ഇങ്ങനെ യാഗങ്ങളൊക്കെ ഒരുപാട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, അതുപോലെ ആചാരങ്ങളും ഈ ബലികളൊക്കെ ഒരുപാട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, ഇതെല്ലാം നടത്തുന്ന പുരോഹിതന്മാര് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുപാട് സമ്പത്തുകൾ ഇതിൻ്റെ പേരിൽ കൈക്കലാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് അധികാരങ്ങളും കൈക്കലാക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇവരുടെ ചിന്താഗതിക്ക് മാറ്റം വരാനുള്ള മറ്റൊരു കാരണം ഇതാണ്. മറ്റൊന്നെന്താന്ന് നോക്കിയേ, with the growth of trade and cities the Vaishyas become wealthy. ഓക്കെ, അപ്പം എന്താണ്, കച്ചവടങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നത്. അതെന്ത് വളരാൻ കാരണമായി? നഗരങ്ങൾ വളരാനായിട്ട് കാരണമായി. അപ്പൊ ആ ഒരു സമൂഹത്തിൽ കച്ചവടങ്ങളൊക്കെ ചെയ്തിരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതായിരുന്നു? വൈശ്യാസ് ആയിരുന്നു അല്ലേ. അങ്ങനെ ഈ ഒരു ട്രേഡും സിറ്റീസും ഒക്കെ ഡെവലപ്പ് ആകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ വൈശ്യമാരുടെ, അല്ലെങ്കിൽ വൈശ്യാസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലെ ആൾക്കാരുടെ വെൽത്തും വർദ്ധിക്കാൻ തുടങ്ങി. അവരും സമ്പന്നരാവാനായിട്ട് തുടങ്ങി. Though they were wealthy, they were placed in lower position in the society. അവര് ഈ കച്ചവടങ്ങളെല്ലാം നടന്ന് വെൽത്തി ആയെങ്കിലും, അതായത് സമ്പന്നരായെങ്കിലും, സമൂഹത്തിലെ അവരുടെ സ്ഥാനം വളരെ താഴ്ന്നു തന്നെയായിരുന്നു. കാരണം അവർക്ക് മുകളിലായിരുന്നു ക്ഷത്രിയന്മാരും ബ്രാഹ്മണന്മാരും ഒക്കെ. ഓക്കെ, against this social structure, various streams of thought emerged in the northeastern region of India. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു സാമൂഹിക സ്ഥിതി നിലനിൽക്കുമ്പോൾ ഇതിന് എതിരായിട്ടുള്ള ഒരുപാട് ചിന്തകൾ എവിടെ വളരാൻ തുടങ്ങിയ ആശയങ്ങൾ, ഒരുപാട് ആശയങ്ങൾ, ഇതിനെതിരായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്ടിൽ, അതായത് വടക്ക് കിഴക്കൻ, അതായത് നോർത്ത് ഈസ്റ്റേൺ പാർട്ടിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉയർന്നു വരാനായിട്ട് തുടങ്ങി. ഫോളോവേഴ്സ് ഓഫ് ദിസ് സ്ട്രീം ഓഫ് തോട്ട് were known as ശ്രമണാസ്. ഓക്കെ, അപ്പൊ ഇത്തരം ചിന്താഗതി, ഇങ്ങനെ മാറി ചിന്തിക്കുന്ന ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉയരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിച്ചിരുന്നതാണ് ശ്രമണാസ്, അതായത് ശ്രമണന്മാര് അല്ലെങ്കിൽ ശ്രമണർ എന്നാണ് അങ്ങനെ ഒരു മാറി ചിന്തിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഗ്രൂപ്പിനെ വിളിച്ചിരുന്നത്. Of these two streams of thought that have acquired acceptability in society and influenced people heavily are Buddhism and Jainism. ഓക്കെ, ഇങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയ ഈ ജനങ്ങളുടെ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഏറ്റവും പ്രശസ്തി നേടിയ രണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ബുദ്ധിസവും അതേപോലെ ജൈനിസം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവരെ ഈ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധിസവും അതേപോലെ ജൈനിസം, പറയുന്നത് ജൈനമതവും ബുദ്ധമതവും ആയിരുന്നു. ഓക്കെ, അപ്പൊ അന്നത്തെ ആ സമൂഹത്തിൽ മാറി ചിന്തിച്ചിരുന്ന ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചിരുന്നത് ശ്രമണർ എന്നായിരുന്നു അല്ലെ. അപ്പൊ ഈ ശ്രമണരുടെ കൂട്ടത്തില് അജീവികന്മാർ, ചർവകാസ് എന്ന് പറഞ്ഞ, അതായത് ചാർവകന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് കാറ്റഗറീസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ചേരുന്നതായിരുന്നു ശ്രമണാസ് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പൊ അന്നത്തെ ആ കാലഘട്ടത്തിലെ ആൾക്കാരെ അത്രയേറെ ഇൻഫ്ലുവൻസ് ചെയ്ത ആശയങ്ങൾ കൊണ്ടുവന്ന ജൈനിസവും ബുദ്ധിസവും, അതായത് ജൈനമതവും ബുദ്ധമതവും
എന്തായിരുന്നു അവർ കൊണ്ടുവന്ന ആശയങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യമേ നമുക്കൊരു ചെറിയൊരു കഥ പറയാം. ഓക്കെ, അപ്പോൾ ഈ കഥ നടക്കുന്നത് ഒരു സ്പ്രിംഗ് സീസണിലാണ്. അപ്പം ഈ ഒരു സമയത്ത് ഒരു രാജകുമാരൻ, ദ പ്രിൻസ് വാസ് സ്റ്റാൻഡിങ് ഇൻ ദി ഗാർഡൻ എൻജോയിങ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ. ഒരു രാജകുമാരൻ അദ്ദേഹത്തിന്റെ ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ നിന്ന് എന്ത് ആസ്വദിക്കുകയാണ്? നേച്ചറിന്റെ, അത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവർ ദ സ്നോ ക്യാപ്ഡ് ഹിമാലയ സ്റ്റാൻഡ് ഓൾ. ഓക്കെ, അദ്ദേഹത്തിന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഹിമാലയ ഒക്കെ കാണാൻ പറ്റും. അതെല്ലാം ആസ്വദിച്ച് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. The prince stood there all engrossed in the splendor of the nature. He then noticed a flock of wild swans flying. Wow, what a beauty! അപ്പൊ അദ്ദേഹം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിലിങ്ങനെ മുഴുകി ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം കാണാണ്, അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് വൈൽഡ് സ്വാൻസിന്റെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പറന്നു പോവുകയാണ്. അദ്ദേഹം അത് കണ്ടുകൊണ്ട് ഹായ് എന്ത് ഭംഗിയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാണ്. Suddenly, one among the swans fell down in front of the prince. പെട്ടെന്ന് തന്നെ അദ്ദേഹം നോക്കുമ്പോൾ ആ സ്വാനുകളുടെ കൂട്ടത്തിൽ ഒരു സ്വാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് വന്ന് വീഴുകയാണ്. An arrow had pierced on its body. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, അതായത് ആ സ്വാനിന്റെ ശരീരത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു അമ്പ് തുളച്ചു കയറി ഇരിപ്പുണ്ടായിരുന്നു. The prince ran to it and laid it on his lap. അതായത് പെട്ടെന്ന് തന്നെ ഇത് കണ്ടപ്പോൾ, പെട്ടെന്ന് ഈ സ്വാൻ വന്ന് വീണ് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് അദ്ദേഹം അതിൻ്റെ അടുത്ത് ചെന്നു, അതിനെ എടുത്ത് അദ്ദേഹത്തിന്റെ മടിയിൽ വെച്ചു. He gently removed the arrow. പതിയെ എന്നിട്ട് അദ്ദേഹം ആ സ്വാന്റെ ശരീരത്തിൽ തറച്ചിരുന്ന ആ ആരോ എടുത്തു മാറ്റി. He plucked leaves from the medicinal plants in the garden. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ഗാർഡനിൽ എന്താണ്, നല്ല ഭംഗിയുള്ള പൂക്കൾ മാത്രമല്ല, പിന്നെ എന്തുണ്ടായിരുന്നു? മെഡിസിനൽ പ്ലാന്റ്സ്, മരുന്ന് ചെടികളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ അടുത്ത് നിന്നിരുന്ന മരുന്ന് ചെടിയുടെ ലീവ്സ്, അതായത് ഇലകള് പറിച്ചെടുത്തു. അപ്ലൈഡ് ഇറ്റ്സ് ജ്യൂസ് ഓൺ ഇറ്റ്സ് വൂണ്ട്. എന്നിട്ടോ ആ സ്വാനിന്റെ ശരീരത്തിലുള്ള ആ വൂണ്ട്, ആ മുറിവില് അദ്ദേഹം ആ ലീവ്സ്, മെഡിസിനൽ പ്ലാന്റ്സിന്റെ ലീവ്സ് പിഴിഞ്ഞ് അതിന്റെ നീര് ഒഴിച്ചു. ദ ലവ് ആൻഡ് കെയർ ഓഫ് ദി പ്രിൻസ് സൂത്തൻഡ് ദി സ്വാൻ. അപ്പം അങ്ങനെ ആ രാജകുമാരന്റെ സ്നേഹവും ആ കെയറും ഒക്കെ ആ സ്വാനിനെ സമാധാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. It was then that Devadatta, the cousin of the prince, approached him. അപ്പൊ ആ രാജകുമാരന്റെ കസിൻ ആയിരുന്നു ദേവദത്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദേവദത്ത പെട്ടെന്ന് അവിടെ വന്നു. He shouted, "Return to me the swan that I shot." അപ്പം അദ്ദേഹം പെട്ടെന്ന് ഈ രാജകുമാരന്റെ അടുത്ത് വന്നിട്ട് ഒച്ച വെച്ചു, ആ സ്വാനിനെ എനിക്ക് തരൂ, ഞാൻ അമ്പ് ചെയ്ത് ഇട്ടതാണ് ആ സ്വാനിനെ, അതിനെ എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ ഹണ്ട് ചെയ്തതാണ് ആ സ്വാനിനെ, അതിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. For this the prince answered, "Killing this innocent creature is a sin." അപ്പം ഇങ്ങനെ ആ കസിൻ ദേവദത്തൻ പറഞ്ഞപ്പം ഈ രാജകുമാരൻ എന്താ പറഞ്ഞേന്ന് നോക്കിക്കേ. കില്ലിംഗ് ദിസ് ഇന്നസെന്റ് ക്രീച്ചർ ഈസ് എ സിൻ. ഇങ്ങനെ നിഷ്കളങ്കമായ ഈ ഒരു ജീവിയെ കൊല്ലുന്നത് പാപമാണ്. All living beings on earth have a right to live freely in this world. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സ്വതന്ത്രമായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. No one is nobody's owner. ആരും ആരുടെയും ഓണർ അല്ല, അതായത് മുതലാളി അല്ല എന്നാണ് പറയുന്നത്. When the argument worsened, the dispute was taken to the royal court. അങ്ങനെ ഈ പ്രിൻസും ആ കസിൻ ആയിട്ടുള്ള ദേവദത്തനും തമ്മിലുള്ള ആർഗ്യുമെന്റ്, തർക്കം വർദ്ധിച്ചു വന്നു. അത് പിന്നീട് എവിടെ എത്തി? റോയൽ കോർട്ടിൽ, അതായത് കൊട്ടാരത്തിലെ കോടതിയിൽ എത്തി. On hearing the pleas raised by both the sides, the king said, "The savior owns more right than the slayer." ഓക്കെ, അപ്പം രണ്ട് ഭാഗങ്ങളുടെയും, അതായത് പ്രിൻസിന്റെ ഭാഗത്തെയും അതേപോലെ ഈ ദേവദത്തിന്റെ ഭാഗത്തെയും രണ്ടുപേരുടെയും ന്യായീകരണങ്ങള്, അവകാശവാദങ്ങള് ഒക്കെ ആര് കേട്ടു? രാജാവ് കേട്ടു. എന്നിട്ട് രാജാവ് എന്താ പറഞ്ഞത്? അതായത് ആ സ്വാനിന്റെ മേലിലുള്ള അധികാരം ഏറ്റവും കൂടുതലുള്ളത് അതിനെ രക്ഷിച്ച അതിന്റെ സേവിയറിനാണ്, അല്ലാതെ അതിനെ കൊല്ലാൻ നോക്കിയ സ്ലെയറിനല്ല എന്ന് പറഞ്ഞു.
സോ ദ പ്രിൻസ് ഈസ് ഇറ്റ്സ് ഓണർ. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അപ്പം അതിനെ രക്ഷിക്കാൻ നോക്കിയത് ആരാണ്? പ്രിൻസ് ആണ് അല്ലേ, നമ്മുടെ രാജകുമാരനാണ്. അങ്ങനെ ആ രാജകുമാരൻ അതിൻ്റെ ഓണറായിട്ട് മാറി. അങ്ങനെ രാജാവ് ഓർഡർ ഇട്ടു. ദ പ്രിൻസ് ലേറ്റർ ലെറ്റ് ദ സ്വാൻ ഫ്രീ. പിന്നീട് ആ സ്വാനിനെ ഈ ഒരു പ്രിൻസ് എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് വിട്ടു, സ്വതന്ത്രമായിട്ട് വിടുകയാണുള്ളത്. നല്ലൊരു കഥയായിരുന്നു അല്ലേ? അപ്പോൾ എഡ്വിൻ ആർണോൾഡ് എന്ന് പറയുന്നത് ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ബുക്കിൽ എഡ്വിൻ ആർണോൾഡ് എഴുതി വെച്ചിരുന്ന ഒരു പാർട്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു കഥ മെയിനായിട്ട് പറയുന്നത് എന്താണ്? ലിവിങ് ബീങ്സിനോടുള്ള നമ്മളുടെ കമ്പാഷനെ കുറിച്ചാണ് അല്ലേ? ദിസ് കൺസെപ്റ്റ് ഈസ് കോൾഡ് അഹിംസ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു കൺസെപ്റ്റിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു സ്റ്റോറിയിലെ ആ നല്ലവനായ രാജകുമാരൻ വേറെ ആരുമായിരുന്നില്ല, ശ്രീബുദ്ധനായിരുന്നു. ഓക്കെ, ശ്രീബുദ്ധനാണ് അഹിംസ എന്ന് പറയുന്ന ഈ തത്വത്തെ പ്രചരിപ്പിച്ചത്. അതേപോലെ തന്നെ ശ്രീബുദ്ധ ഫൗണ്ടഡ് ബുദ്ധിസം. ബുദ്ധമതത്തെ ഫൗണ്ട് ചെയ്തത് ആരായിരുന്നു? ശ്രീബുദ്ധനായിരുന്നു. അപ്പൊ ശ്രീബുദ്ധന്റെ വാക്കുകൾ നോക്കിക്കേ. ഐ ഡു നോട്ട് നോ ദ മിസറി ഓഫ് ഗോഡ് ബട്ട് ഐ നോ ദ മിസറി ഓഫ് മാൻ. അതായത് ദൈവത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യന്റെ ദുരിതങ്ങൾ എനിക്കറിയാം. അപ്പൊ ശ്രീബുദ്ധന്റെ വാക്കുകളാണിത്. അദ്ദേഹം എത്രത്തോളം മനുഷ്യന്റെ എന്താ പറയുക, നന്മയ്ക്ക് അല്ലെങ്കിൽ ഒരു നല്ല ജീവിതം, സഫറിങ്സ് ഇല്ലാത്ത ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, എത്രത്തോളം ആഗ്രഹിച്ചു എന്നതാണ് ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദ ഫിലോസഫി ഓഫ് ബുദ്ധിസം വാസ് വെരി മച്ച് ഇൻ ട്യൂൺ വിത്ത് ദ അഗ്രേറിയൻ ഇക്കോണമിക് setup that had grown up in 6th century BCE. അപ്പോൾ BCE 6-ാം നൂറ്റാണ്ടിലാണ് കാർഷിക സമ്പദ് വ്യവസ്ഥകൾ അന്ന് വളർന്നു വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിനോട് അനുയോജ്യമായ തത്വങ്ങളായിരുന്നു ബുദ്ധമതത്തിൽ ഉണ്ടായിരുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദ ടെനൻസ് വാസ് അഹിംസ. അപ്പോൾ ആ ബുദ്ധമത തത്വങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നായിരുന്നു അഹിംസ എന്നത്. ആരെയും ഹിംസിക്കരുത് എന്ന് പറഞ്ഞ തത്വം. ശ്രീബുദ്ധ ഗേവ് ഇമ്പോർട്ടൻസ് ടു വൺസ് ഓൺ കർമ്മ. ശ്രീബുദ്ധൻ കർമ്മത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. എല്ലാവർക്കും അവരുടെ കർമ്മം അല്ലെങ്കിൽ കർമ്മ ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹി സെഡ് ദാറ്റ് ലൈഫ് ഈസ്, ഇവിടെ ഈഫ് അല്ല ഈസ് ആണ്, ഈസ് ഫുൾ ഓഫ് മിസറീസ് ആൻഡ് ദാറ്റ് ദ കോസ് ഓഫ് ഓൾ സഫറിങ് വാസ് ഹ്യൂമൻ ഡിസയർ. ഓക്കെ, അപ്പം ജീവിതം എന്താണ്? എപ്പോഴും ദുഃഖപൂർണമാണ്. ഈ ദുഃഖത്തിനുള്ള പ്രധാന കാരണം മനുഷ്യരുടെ ആഗ്രഹങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. He stated that prayers and rituals or practices of any kind would never put an end to this suffering. അദ്ദേഹം പറഞ്ഞ എന്താണ്? പ്രാർത്ഥനകളോ ആചാരങ്ങളോ ഒന്നും മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് കുറവുകൾ വരുത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സഫറിങ്സിനും ഈ ദുഃഖങ്ങൾക്കും എന്തുണ്ടാവുകയില്ല? കുറവുകൾ ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? പ്രാർത്ഥന കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും. Hence, rather than ritualistic practices, Buddha gave importance to the moral lives of the people. അതായത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ ബുദ്ധമതം ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മതാചാരങ്ങളും മതചടങ്ങുകൾക്കും പകരം എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാ പറഞ്ഞത്? എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാ പറഞ്ഞത്? പീപ്പിളുടെ മോറൽ ലൈഫ്സിന്, അതായത് ജനങ്ങളുടെ ധാർമ്മിക ജീവിതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണമെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞു. ബുദ്ധിസം സ്പ്രെഡ് ഫാസ്റ്റ് വിതിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ബുദ്ധിസം വളരെ വേഗം പ്രചരിക്കാനായിട്ട് തുടങ്ങി. The Tripitakas written in Pali language comprise the main tenets of Buddhism. Okay, അപ്പം ബുദ്ധിസത്തിന്റെ ഈ തത്വങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതി വെച്ചിരിക്കുന്നത് ത്രിപിടകങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതിയിലാണ്. ഓക്കെ, അതും എഴുതിയിരിക്കുന്നത് പാലി ലാംഗ്വേജിലാണ്. അന്നത്തെ കാലത്ത് കോമൺ പീപ്പിൾ യൂസ് ചെയ്തിരുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു പാലി ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഷയിൽ എഴുതിയിരിക്കുന്ന ത്രിപിടകങ്ങൾ എന്ന് പറയുന്ന കൃതിയിലാണ് ഈ ബുദ്ധയുടെ തത്വങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നത്? അടങ്ങിയിരിക്കുന്നത്. Buddhism has made many contributions to Indian culture. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു മതമാണ് ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധമതം എന്ന് പറയുന്നത്. The administrative system of Sanghas which were formed for spreading Buddhism helped the growth of democratic
ആൻഡ് വാല്യൂ ഓറിയൻറ്റഡ് അവയർനെസ് ഇൻ ദി സൊസൈറ്റി. അപ്പം ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു ഗ്രൂപ്പായിരുന്നു സംഘാസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആണ് ഇന്ത്യയിൽ ഇവരാണ്, ഈ ഒരു ഗ്രൂപ്പാണ് ഇന്ത്യയിലും അകത്തും പുറത്തുമൊക്കെ ഏറ്റവും കൂടുതൽ ഈ ബുദ്ധമതത്തെ പ്രചരിപ്പിച്ചത്. ഇവര് എന്തിനു കാരണമായി? അതായത് ജനാധിപത്യ ബോധവും മൂല്യബോധവും ജനങ്ങൾക്കിടയിൽ വളർത്തുന്നതിന് സഹായകമായി. ആര്? ഈ സംഘാസ്, അതായത് ബുദ്ധമതം പ്രചരിപ്പിച്ച ഈ സംഘാസ്. ഓക്കെ, അപ്പോൾ ഈ ബുദ്ധിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് ഒരുപാട് ടെമ്പിൾസ് ഒക്കെ പണി കഴിപ്പിച്ചിരുന്നു. ഫോർ സ്പ്രെഡിങ് ബുദ്ധിസം മെനി കേവ്സ്, ചൈത്യാസ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾസ്, ക്ഷേത്രങ്ങളാണ്. വിഹാരാസ്, മൊണാസ്ട്രീസ്, അതായത് സന്യാസി മഠങ്ങൾ. ഓക്കെ, അപ്പോൾ അവരുടെ സന്യാസി മഠങ്ങളെ വിളിക്കുന്നത് വിഹാരാസ് ആണ്. ആൻഡ് പില്ലേഴ്സ്, അതായത് സ്തംഭങ്ങൾ എന്നിവയൊക്കെ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു? പണി കഴിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ അവർ പണി കഴിപ്പിച്ച ഒരു പില്ലറാണ് ഈ കാണുന്നത് ബുദ്ധമതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി. ഓക്കെ, ദീസ് ആർ എവിഡൻസസ് ഫോർ ദി പ്രോഗ്രസ് ഇൻ ദി ഫീൽഡ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. അപ്പോൾ ഇത് എന്തിൻ്റെ ഒരു എവിഡൻസും കൂടിയാണ് ഈ മൊണാസ്ട്രീസും ഈ പില്ലേഴ്സും ഈ ടെമ്പിൾസും ഒക്കെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ആർട്ടിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും ഒക്കെ, അതായത് കലാരംഗത്തൊക്കെ അവർ കൈവരിച്ച പുരോഗതി, ഡെവലപ്മെൻറ്റ്സ് അന്നത്തെ കാലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നതിനൊരു തെളിവാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഓക്കെ, ബുദ്ധിസം ഓൾസോ പ്ലേഡ് എ മേജർ റോൾ ഇൻ പ്രൊമോട്ടിംഗ് ട്രേഡ് ആൻഡ് കൾച്ചറൽ റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് നെയ്ബറിംഗ് കൺട്രീസ്. ഓക്കെ, ഇങ്ങനെ ഈ ബുദ്ധിസം പ്രചരിച്ചതോടെ അതെന്തിനും കൂടി കാരണമായി? ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള കച്ചവട ബന്ധങ്ങൾ, അതായത് കച്ചവട ബന്ധങ്ങളും അതേപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ചസ്, അതായത് അവരുടെ സംസ്കാരങ്ങൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ കാരണമായി തീർന്നു ഈ ബുദ്ധിസം. കൺട്രീസ് ലൈക്ക് മ്യാൻമാർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര ബിക്കം ദ മെയിൻ സെൻറ്റേഴ്സ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ മെയിൻ സെൻറ്റേഴ്സായി മാറിയ മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? മ്യാൻമാർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ബുദ്ധിസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് മാറി. The Buddhist viharas played an important role in progress of education in India. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ബുദ്ധന്മാരുടെ വിഹാരാസ്. വിഹാര എന്ന് പറഞ്ഞാൽ സന്യാസി മഠങ്ങൾ. ഓക്കെ, അവിടെ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിരുന്നു, വിദ്യാഭ്യാസം നൽകിയിരുന്നു. The universities of Nalanda, Taxila and Vikramasila were the key centers of education and Buddhist teaching. ഇതുപോലെ വിദ്യാഭ്യാസവും കൊടുത്തിരുന്നു, അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് ടീച്ചിങ്, അതായത് ബുദ്ധമത തത്വങ്ങളെയൊക്കെ അവർ പഠിപ്പിച്ചിരുന്ന അന്നത്തെ കാലത്തെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിൽ 3 എണ്ണമായിരുന്നു: നളന്ദ, തക്ഷശില, വിക്രമശില എന്നൊക്കെ പറയുന്നത്. അതാണ് നളന്ദ, തക്ഷശില യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ പാർട്ടാണ്, അന്ന് നിലനിന്നിരുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ പാർട്ടാണ് ഇതൊക്കെ പിക്ചറിൽ കാണുന്നത്. ഗ്രാജുവലി ബുദ്ധിസം സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ ഇൻ ഇറ്റ്സ് മദർലാൻഡ്. ഓക്കെ, കാലക്രമേണ, കാലങ്ങൾ കടന്നു പോകവേ ഈ ബുദ്ധമതം അതിൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയിൽ എന്താകാൻ തുടങ്ങി? ഡിക്ലൈൻ ആകാനായിട്ട്, അധപ്പതിക്കാനായിട്ട് തുടങ്ങി. Buddhist teachings and ideologies failed to receive much support from the later rulers. അപ്പം ഇങ്ങനെ ബുദ്ധിസം അധംപതിക്കാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിനും അതേപോലെ തന്നെ ഇതിൻ്റെ തത്വങ്ങൾക്കും ഐഡിയോളജീസിനും ഒന്നും പിന്നീട് വന്ന രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് എന്തുണ്ടായിരുന്നില്ല? സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അവർ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഓക്കെ, moreover Buddhism lost its grandeur when it was split into 2 sects, the Mahayana and the Hinayana. അപ്പോൾ ബുദ്ധിസം എന്ന് പറയുന്ന ആദ്യം ഒരു വലിയ ഗ്രൂപ്പായിരുന്നു, ഒരുമിച്ച് നിൽക്കുന്ന, അവരുടെ എല്ലാം തത്വങ്ങൾ ഒരുമിച്ച് ഒരേപോലത്തെ ആശയങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബുദ്ധിസത്തിനുള്ളിൽ തന്നെ പല ഡിവിഷൻ ഉണ്ടായി. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 2 ഗ്രൂപ്പുകളായിട്ട് അതിലുള്ള ജനങ്ങൾ ഡിവൈഡ് ആവാൻ തുടങ്ങി. മഹായാനിയും ഹീനയാനിയും എന്നും പറഞ്ഞിട്ട് 2 ഗ്രൂപ്പായിട്ട് ബുദ്ധിസം സ്പ്ലിറ്റായി. അതാണ് ബുദ്ധിസത്തിൻ്റെ ഡിക്ലൈനിനുണ്ടായ മറ്റൊരു കാരണം എന്ന് പറയുന്നത്. ദ റിവൈവൽ ഓഫ് വേദിക് റിലീജിയൻ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദി പ്രോഗ്രസ് ഓഫ് ബുദ്ധിസം. ഓക്കെ, അപ്പം
ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആചരിച്ചിരുന്ന വേദിക് റിലീജിയൻ, വൈദിക മതങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും ഉടലെടുക്കാനായിട്ട് തുടങ്ങി. അത് എന്തിന് കാരണമായി? ഈ ബുദ്ധമതത്തിൻ്റെ പ്രോഗ്രസ്സിനെ അഡ്വേഴ്സ്ലി മോശമായിട്ട് അത് അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. വർദ്ധമാന മഹാവീര, ദി കണ്ടംപററി ഓഫ് ശ്രീ ബുദ്ധ പ്രൊപ്പഗേറ്റഡ് ജൈനിസം. അതായത് ഈ ശ്രീബുദ്ധൻ്റെ സമകാലികനായിരുന്നു വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ജൈനിസത്തെ പ്രൊപ്പഗേറ്റ് ചെയ്തത്. അതായത് ജൈനമതം പ്രചരിപ്പിച്ച ആള് ഈ വർദ്ധമാന മഹാവീരനാണ്. ഓക്കെ. According to the beliefs of the Jains, there are 24 തീർത്ഥങ്കരാസ്. ഓക്കെ, അപ്പം ഈ ജൈന മതവിശ്വാസം അനുസരിച്ച് എന്താണ് 24 തീർത്ഥങ്കരന്മാരാണ് ജൈനമതത്തിന് ഉള്ളത്. തീർത്ഥങ്കരന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ സേവ്യർ, രക്ഷകന്മാർ, അതുപോലെ ടീച്ചേഴ്സ്, ഗുരു എന്നൊക്കെയാണ് അതിനർത്ഥം. അങ്ങനെ അവരുടെ മതവിശ്വാസം അനുസരിച്ച് 24 പേരാണ് അങ്ങനെ ഉള്ളതെന്നാണ് പറയുന്നത്. അതിൽ 24ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീര എന്നാണ് ഈ ജൈനമതക്കാരുടെ വിശ്വാസം. ഓക്കെ, അപ്പം ജൈനമതം പ്രചരിപ്പിച്ച മഹാവീരന്റെ ഒരു സ്റ്റാച്യു ആണിത്. അപ്പം ഇതാണ് മഹാവീരൻ. ഓക്കെ. ജൈനിസം ഓൾസോ ലേഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓൺ അഹിംസ. ജൈനമതവും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു തത്വമായിരുന്നു അഹിംസ എന്ന് പറയുന്നത്. ഓക്കെ, ബുദ്ധമതത്തെ പോലെ തന്നെ ജൈനമതവും അഹിംസയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. ദ ടീച്ചിങ്സ് ഓഫ് ജൈനിസം കണ്ടംഡ് ഓൾ സോർട്സ് ഓഫ് ഹാം മീറ്റഡ് ടു ഹ്യൂമൻസ് ഓർ ലിവിങ് ബീങ്സ്. ഓക്കെ, മനുഷ്യനെയോ മറ്റ് ജീവജാലങ്ങളെയോ ഒന്നും കൊല്ലുന്നതോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതോ ഒക്കെ ജൈനമതം എതിർത്തിരുന്നു. As in Buddhism, Jainism was also against Vedic practices and caste system. ബുദ്ധമതത്തെ പോലെ തന്നെ വൈദിക ആചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും ഒക്കെ എതിർത്തിരുന്നവരായിരുന്നു ജൈനമതക്കാരും. ജൈനിസം ബ്രോട്ട് റാഡിക്കൽ ചേഞ്ചസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ജൈനമതവും ഇന്ത്യൻ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്ന ഒരു മതമായിരുന്നു, അല്ലെങ്കിൽ തത്വങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മഹാവീര അഡ്വൈസ്ഡ് ദ പീപ്പിൾ ടു ലീഡ് റൈറ്റ് ലൈഫ് by following the principles of right belief, right knowledge and right action. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമാണ് ഒരാളുടെ ശരിയായ ജീവിതം എന്നാണ് മഹാവീരൻ പറഞ്ഞത്. The Jain saints were abstained from telling lies, killing, stealing and acquiring wealth. അതായത് ജൈന സന്യാസിമാർ അല്ലെങ്കിൽ ജൈന മതത്തിൽ സന്യസിക്കുന്നവർ, അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ എന്തൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് എന്തൊക്കെ നിഷേധിക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ വിലക്കിയിരുന്നു എന്നാണ് പറയുന്നത്. കളവ് പറയില്ല, അവർ കളവ് പറയാൻ പാടില്ലായിരുന്നു ജൈനമത സന്യാസിമാർ. കൊലപാതകം ചെയ്യാൻ പാടില്ലായിരുന്നു, മോഷണം പാടില്ലായിരുന്നു, ഒരു തരത്തിലുള്ള സ്വത്ത് സമ്പാദനവും അവർക്ക് പാടില്ലായിരുന്നു. ആർക്ക്? ജൈനമത സന്യാസിമാർക്ക്. ദേ ഫോളോഡ് സെലിബസി ഇൻ ലൈഫ്. അതായത് ജീവിതത്തിൽ അവരെങ്ങനെ ആയിരിക്കണം? ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരായിരിക്കണമായിരുന്നു ഈ ജൈനമത സന്യാസിമാര്. ജൈനിസം എൻകറേജ് കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റോൺ പില്ലേഴ്സ്, കേവ് ടെമ്പിൾസ് ആൻഡ് സ്റ്റാച്യൂസ്. അതായത് ജൈനമതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി അവരെന്തെല്ലാം പണിതിരുന്നു? ശിലാരൂപങ്ങൾ പണിതിരുന്നു, ഗുഹാക്ഷേത്രങ്ങൾ പണിതിരുന്നു, പ്രതിമകൾ പണിതിരുന്നു. ഇതിനെയൊക്കെ എന്ത് പ്രോത്സാഹിപ്പിച്ചു? ജൈനമതം പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ജൈനമതത്തിൻ്റെ ഒരു കേവ് ടെമ്പിളിൻ്റെ പിക്ചറാണ് ഇതിനകത്ത് കാണുന്നത്. ഗുഹ ക്ഷേത്രങ്ങൾ ഒക്കെയാണ് ഇത്. The best example for is the statue of Gomadeshwar in Shravanabelgola in Karnataka. ഓക്കെ, അപ്പോൾ കർണാടകയിലെ ശ്രവണബെൽഗോളയിലുള്ള സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. ഇത് അന്നത്തെ കാലത്ത് ജൈനമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ പണിതിരുന്ന ഒരു സ്റ്റാച്യു ആയിരുന്നു ഇത്. ഓക്കെ, the separation of followers of Jainism into Svedambaras and Digambaras resulted in the decline of religion. ഓക്കെ, അപ്പോൾ ബുദ്ധമതത്തിൻ്റെ ഡിക്ലൈനിന് കാരണമായ ഒരു കാര്യമായിരുന്നു ബുദ്ധമതത്തിലുള്ള ജനങ്ങൾ എന്തായിട്ട് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ആയത് അല്ലേ. അതേപോലെ തന്നെ ജൈനമതത്തിൻ്റെയും ഡിക്ലൈനിന് കാരണമായ ഒരു കാരണമാണ് എന്താണ്? അവരുടെ ഗ്രൂപ്പും 2ആയിട്ട്
എന്താണ് ഡിവൈഡായി. അതായത് ജൈനമതവും രണ്ടായിട്ട് ഡിവൈഡായി. ശ്വേതംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും രണ്ടായിട്ട് ഡിവൈഡായി. അത് എന്തിന് കാരണമായി? ഈ ജൈനമതത്തിന്റെ ഡിക്ലൈനും കാരണമായി. The common feature of both Buddhism and Jainism was that they used the language of common man, Pali and Prakrit, for propagating their ideologies. ഓക്കെ, അപ്പോൾ ഈ ബുദ്ധമതത്തിൻ്റെയും അതായത് ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും ഒരു കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവരവരുടെ തത്വങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് യൂസ് ചെയ്തത് സാധാരണക്കാരുടെ ഭാഷകളായ പാലിയും പ്രകൃതും ഒക്കെ ആയിരുന്നു. പിന്നെ മറ്റൊരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ അവർ രണ്ടു കൂട്ടരും, അതായത് ജൈനമതക്കാരും ബുദ്ധമതക്കാരും പ്രൊമോട്ട് ചെയ്തത് എന്താണ്? അഹിംസ എന്ന് പറയുന്ന തത്വമായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മഹാജനപദങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മഹാജനപദാസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ ട്രൈബുകൾ സപ്തസിന്ധു റീജിയനിൽ നിന്ന് ടാങ്ങറ്റി പ്ലെയിനിൽ എത്തിയപ്പോൾ അവർ ഒന്ന് സെറ്റിൽ ആയ സ്ഥലത്ത് ജനപദം എന്നാണ് വിളിക്കുന്നത് അല്ലേ. വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ പീപ്പിൾ ബിഗാൻ ടു സെറ്റിൽ ഡൗൺ ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. ഇത് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അഗ്രികൾച്ചർ ഡെവലപ്പ് ആയതോടെ ജനങ്ങൾ പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ സ്ഥിരതാമസമാക്കുവാനായിട്ട് സെറ്റിൽ ആകാനായിട്ട് തുടങ്ങി. The places where people placed their foot over the tribe placed its foothold came to be known as Janapada. അങ്ങനെ ജനങ്ങൾ വന്ന് സെറ്റിലായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോത്രങ്ങളായിരിക്കും ഒരു ഗോത്രമായിരിക്കും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ വന്ന് സെറ്റിൽ ആവുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ജനപദ എന്ന് വിളിക്കുന്നത്. Such ജനപദാസ് were known according to the tribes that had settled there. അങ്ങനെയുള്ള ജനപദ, അതായത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, അതായത് ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രൈബാണ് ഇങ്ങനെ ഒരു ജനപദത്തിൽ വന്ന് സെറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ ആ ജനപദം ആ ട്രൈബിൻ്റെ പേരിൽ, ആ ഗോത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. Thus the people started to show their loyalty not only to their tribes but also on the places where they had settled. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്ത് തോന്നാൻ തുടങ്ങി? അതായത് ആദ്യമൊക്കെ അവരുടെ ട്രൈബ് ഗോത്രങ്ങൾക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. എന്നാൽ ഈ ഒരു കാലഘട്ടം ജനപദങ്ങൾ തുടങ്ങി അവരുടെ ഗോത്രത്തിന്റെ പേരിൽ ജനപദങ്ങൾ അറിയപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ ഗോത്രത്തോട് അവർ കാണിക്കുന്ന ആ വിശ്വസ്തത, അതേപോലെ തന്നെ ആ സ്ഥലത്തും അവർ നിൽക്കുന്ന ആ സ്ഥലത്തിനോടും സെറ്റിലായിരിക്കുന്ന സ്ഥലത്തിനോടും കാണിക്കാനായിട്ട് തുടങ്ങി. Some of these ജനപദാസ് combined together to form മഹാജനപദാസ്. ഇങ്ങനെ നിലനിന്ന പല ജനപദങ്ങൾ കമ്പൈൻ ചെയ്ത് മഹാജനപദങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ 3ഉം 4ഉം ജനപദാസ് കൂടി ചേർന്ന് ഒരു മഹാജനപദയായി മാറിയിട്ടുണ്ട്. ഓക്കെ, there were 16 such മഹാജനപദാസ് in Indian subcontinent. അന്നത്തെ കാലത്ത് അങ്ങനെ 16 മഹാജനപദാസ് അന്ന് ഇന്ത്യൻ കോണ്ടിനെന്റിൽ നിലനിന്നിരുന്നു. The Mahajanapadas were either ruled by kings or Ganasanghas. ഈ മഹാജനപദ, അതായത് ജനപദകളെല്ലാം കൂടി ചേർന്നാണ് മഹാജനപദ ഉണ്ടായത് അല്ലേ. അപ്പൊ ഈ മഹാജനപദകള് അങ്ങനെ മൊത്തം 16 മഹാജനപദകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ 16 ജനപദങ്ങളിലും ഓരോ ജനപദങ്ങളെയും ഭരിച്ചിരുന്നത്, ഒന്നെങ്കിൽ അതിൽ കുറച്ച് മഹാജനപദങ്ങളെ ഭരിച്ചിരുന്നത് ഈ കിങ്സ്, രാജാക്കന്മാരായിരുന്നു. വേറൊരു ഗ്രൂപ്പ് ഓഫ്, അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് മഹാജനപദങ്ങളെ ഭരിച്ചിരുന്നത് അവിടുത്തെ ഗണസംഘാസ് ആയിരുന്നു. ഗണസംഘ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോത്ര സഭകൾ, അതായത് ട്രൈബ് അസംബ്ലീസ് ആയിരുന്നു അന്നത്തെ, അവരായിരുന്നു ഭരിച്ചിരുന്നത്. The regions lying close to Himalayan foothills had more of Ganasanghas ruling them. ഓക്കെ, അതായത് ഹിമാലയൻ പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിൽ താമസിച്ചിരുന്ന മഹാജനപദം, അല്ലെങ്കിൽ അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന ജനപദങ്ങളെല്ലാം കൂടി ചേർന്ന മഹാജനപദങ്ങളെ റൂൾ ചെയ്തിരുന്നത്, ഭരിച്ചിരുന്നത് ഈ പറഞ്ഞ ഗണസംഘാസ് ആയിരുന്നു. Whereas most of the മഹാജനപദാസ് in Gangetic plain were under the rule of kings. എന്നാൽ ഗാംഗറ്റിക് പ്ലെയിനിൽ, അതായത് ഗംഗാ തടത്തില് നിലനിന്നിരുന്ന മഹാജനപദങ്ങളെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? രാജാക്കന്മാരായിരുന്നു. അപ്പൊ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മഹാജനപദാസിന്റെ ഒരു മാപ്പാണിത്. ഇത്രയും മഹാജനപദാസ് ആയിരുന്നു അന്നുണ്ടായിരുന്ന. കംബോജ, ഗാന്ധാര, അതേപോലെ മഗധ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മഹാജനപദാസ് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ഈ മഹാജനപദാസില് ഏറ്റവും പവർഫുൾ ആയിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിരുന്ന ഒരു മഹാജനപദയായിരുന്നു മഗധ എന്ന് പറയുന്നത്. ഓക്കെ, ദ മോസ്റ്റ് പവർഫുൾ എമോങ് ദി മഹാജനപദാസ് വാസ് മഗധ.
അങ്ങനെ മഗധയെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. റിച്ച് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ enabled the making of weapons and farming equipments. ഓക്കെ, അപ്പം മഗധയിൽ എന്തുണ്ടായിരുന്നു? റിച്ച് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ, ഇരുമ്പിൻ്റെ ഡിപ്പോസിറ്റുകൾ ഒരുപാട്, ഇരുമ്പയിരിൻ്റെ നിക്ഷേപം ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. അത് എന്തിനു സഹായിച്ചു? ഇറ്റ് എനേബിൾ ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ഫാമിംഗ് എക്യുപ്മെന്റ്സ്, അതായത് വെപ്പൺസ്, ആയുധങ്ങളും അതേപോലെ തന്നെ കൃഷിക്ക് വേണ്ടുന്ന എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ അയൺ ഓറിൻ്റെ ഡെപ്പോസിറ്റ്സ് ഹെൽപ്പ് ചെയ്തു. പിന്നെ മറ്റൊന്നെന്താ? ഗംഗ ആൻഡ് ഹെർ ട്രൈബ്യൂട്ടറീസ് മെയ്ഡ് മഗധ എ ഫെർട്ടൈൽ ലാൻഡ്. ഓക്കെ, ഗംഗയും അതിൻ്റെ കൈവഴികൾ അല്ലെങ്കിൽ പോഷക നദികളും എല്ലാം ഈ മഗധയിലൂടെയാണ് ഒഴുകിയിരുന്നത്. അതെന്തിനെ ഫെർട്ടൈലാക്കി? മഗധയെ ഒരു ഫലഭൂയിഷ്ഠമായ അല്ലെങ്കിൽ ഫെർട്ടൈലായ ലാൻഡാക്കി അല്ലെങ്കിൽ ഒരു സ്ഥലമാക്കി മാറ്റി. ഓക്കെ, trees from nearby forests in the Gangetic Plains were used for making big boats to facilitate trade. അപ്പം അന്നൊക്കെ അവർക്ക് അവർ കാടുകളൊക്കെ വെട്ടിത്തെളിക്കും, മരങ്ങളൊക്കെ വെട്ടാനായിട്ടൊക്കെ അവർക്ക് ഇരുമ്പായുധങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അവരത് ഉപയോഗിച്ച് മരങ്ങളൊക്കെ കട്ട് ചെയ്ത് അതും കൊണ്ട്, അതായത് അടുത്തുള്ള ഗാംഗറ്റിക് പ്ലെയിനിലെ ഫോറസ്റ്റുകളിൽ നിന്ന് മരമൊക്കെ വെട്ടി അതിലെ തടി കൊണ്ട് അവർ വലിയ വലിയ ബോട്ടുകൾ, അതായത് വഞ്ചികൾ ഒക്കെ പണിതെടുത്തു. എന്നിട്ട് അത് എന്തിനു വേണ്ടി യൂസ് ചെയ്തു? ട്രേഡിന് വേണ്ടി, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയൊക്കെ അവർ യൂസ് ചെയ്തു. കച്ചവടങ്ങൾക്ക് വേണ്ടിയൊക്കെ അവരത് യൂസ് ചെയ്തു. മെയ്ഡ് യൂസ് ഓഫ് എലഫൻസ് ഇൻ ബാറ്റിൽസ്. അവർ യുദ്ധങ്ങളൊക്കെ ചെയ്തിരുന്നു അല്ലേ. അന്നൊക്കെ സ്ഥലങ്ങളൊക്കെ വെട്ടിപ്പിടിക്കാനും അതേപോലെ കൃഷിയിടങ്ങൾ ഒക്കെ വെട്ടിപ്പിടിക്കാനായിട്ട് അവർ യുദ്ധങ്ങൾ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള യുദ്ധങ്ങളിലൊക്കെ അവർ ആനകളെയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് ഈ മഗധയിലുള്ളവർ. പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്. അവർക്ക് എന്തുണ്ടായിരുന്നു? അഗ്രികൾച്ചറിൽ പ്രോഗ്രസ് ഉണ്ടായിരുന്നു. അതായത് അവർ കൃഷി ഒരുപാട് വർദ്ധിപ്പിച്ചു. അത് എന്തിൻ്റെ പ്രോഗ്രസിനും കൂടെ കാരണമായി? കൊമേഴ്സിൻ്റെ, വാണിജ്യത്തിനും പുരോഗതിക്ക് കാരണമായി. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, നദീജല ഗതാഗതം എന്നവർക്കുണ്ട്. നമ്മൾ പറഞ്ഞില്ല, അവർ മരങ്ങളൊക്കെ വെട്ടി ബോട്ടുകൾ ഫോം ചെയ്തുണ്ടാക്കിയിരുന്നു. ആ ബോട്ടുകൾ കൊണ്ട് അവർ എന്തിനു ഉപയോഗിച്ചു? നദീജല ഗതാഗതത്തിന് അവർ ഉപയോഗിച്ചു. പവർഫുൾ കിങ്ഷിപ്പ് ആൻഡ് ഹൈലി എഫിഷ്യൻറ്റ് മിലിറ്ററി. ഈ മഗധയിലുള്ളവർക്ക് ശക്തരായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. മഗധ എന്ന് പറയുന്ന ജനപദയ്ക്ക് ശക്തരായ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ശക്തമായ ഒരു മിലിറ്ററിയും ഉണ്ടായിരുന്നു, ഒരു സൈന്യ സംഘവും ഈ മഗധയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങളാണ് മഗധയെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജനപദയാക്കി മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അന്നത്തെ കാലത്തെ ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻസിനെ കുറിച്ചാണ്, അതായത് വൈദേശിക ബന്ധങ്ങളെ കുറിച്ച്. അപ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത ഒരാളായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി അല്ലേ. അപ്പോൾ അദ്ദേഹം ഇന്ത്യ അങ്ങനെ വെട്ടിപ്പിടിക്കാനായിട്ട് വന്ന സമയത്ത് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ചകളെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ്, അലക്സാണ്ടർ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞൊരു വിവരണമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. An animal that carries on his forehead the entire grandeur of the forest. Those who tame it and sit on its top, a land from where woolen cloths are weaved out from trees. People who use substances sweeter than honey. A land with no slaves and a place where people reap golden harvests without hard work and much, much more. എന്താണ് അദ്ദേഹം പറഞ്ഞത് നോക്കിയേ. കാടിൻ്റെ സൗന്ദര്യം മുഴുവൻ തൻ്റെ മസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഭീമാകാരനായ മൃഗത്തെ ഇവിടെ കണ്ടു. അതിനെ മെരുക്കി പുറത്തു കയറി സവാരി ചെയ്യുന്നവരായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ. മരത്തിൽ നിന്നും കമ്പിളി വസ്ത്രം നെയ്തെടുക്കുന്നവരുടെ നാടായിരുന്നു. തേനിനേക്കാൾ മധുരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ. അടിമകളില്ലാതെ, വലിയ ശാരീരിക അധ്വാനമില്ലാതെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർ. അങ്ങനെ എന്തെല്ലാം. ഇതൊക്കെയാണ് അദ്ദേഹം, അതായത് അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ചകൾ. ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ, അന്നത്തെ കാലത്തെ ജനങ്ങളെ കുറിച്ച്. ഇതാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു സ്റ്റാച്യുവിൻ്റെ പിക്ചറാണിത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് അലക്സാണ്ടർ ടു അറ്റാക്ക് ഇന്ത്യ? ഇന്ത്യയെ ആക്രമിക്കാൻ അലക്സാണ്ടറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം
എന്നാണ് ചോദ്യം. എന്തൊക്കെയായിരുന്നു? ടു ക്യാപ്ചർ ഓൾ റീജിയൻസ് അണ്ടർ ദി പേർഷ്യൻ എംപയർ. അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക എന്ന ഉദ്ദേശം. അപ്പൊ പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴ്പ്പെടുന്നതായിരുന്നു നമ്മുടെ ഇന്ത്യ. ടു സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ, ഗ്രീക്ക് സംസ്കാരം വ്യാപിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. Before the invasion of Alexander, the northwestern region of India were conquered by the Persian ruler Cyrus. Okay, അലക്സാണ്ടർ ഇന്ത്യ കീഴടക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ റീജിയൻ, അതായത് വടക്ക് പടിഞ്ഞാറൻ പ്രദേശം സൈറസ് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ റൂളർ കീഴടക്കിയിരുന്നു. The knowledge of wealth of India and the lack of unity among the rulers in the northwestern region had prompted him to attack India. എന്താണ് സൈറസ് ഇന്ത്യ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വെൽത്ത്, ഇന്ത്യയുടെ സമ്പത്തിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ ഭരണാധികാരികൾ തമ്മിൽ എന്തുണ്ടായിരുന്നു, വലിയ ഐക്യത്തിലൊന്നും ആയിരുന്നില്ല പോയത്. അത് എന്തിനു വഴിയൊരുക്കി? ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനും അതിൻ്റെ ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ടിനെ കൈക്കലാക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അതിന് അദ്ദേഹത്തിനൊരു വഴിയൊരുക്കി കൊടുത്തു. Following Cyrus, Darius I attacked India and took hold of Sindh and Punjab. സൈറസിന് ശേഷം ദാരിയസ് എന്ന് പറയുന്ന ഒരു റൂളർ, ഡാരിയസ് I എന്ന് പറയുന്ന ഒരു റൂളർ ഇന്ത്യ അറ്റാക്ക് ചെയ്തു. അങ്ങനെ സിന്ധ്, പഞ്ചാബ് എന്ന് പറയുന്ന ഈ സ്ഥലങ്ങൾ അവർ കൈവശമാക്കി ഇന്ത്യയിൽ. ഇനി ഈ പേർഷ്യക്കാരും മക്കതോനിയക്കാരും ഒക്കെ ഇന്ത്യയിൽ കുടിയേറി വന്നപ്പോൾ, അല്ലെങ്കിൽ അവർ ഇന്ത്യയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യ കയ്യേറി കഴിഞ്ഞപ്പോൾ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാന്ന് നോക്കിയേ. പേർഷ്യക്കാർ കുടിയേറി കഴിഞ്ഞപ്പോൾ വന്നൊരു കാര്യം എന്താണ്? ട്രേഡ് റിലേഷൻസ് ബിറ്റ്വീൻ പേർഷ്യ ആൻഡ് ഇന്ത്യ ഇൻക്രീസ്ഡ്. പേർഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻ, കച്ചവട ബന്ധം ഇൻക്രീസ് ചെയ്യാനായിട്ടത് കാരണമായി. ഇനി അതേപോലെ തന്നെ ന്യൂ സ്ക്രിപ്റ്റ് നെയിംഡ് ഖരോഷ്തി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഖരോഷ്തി എന്ന് പറയുന്ന ഒരു പുതിയ ലിപി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ സ്കൾപ്ചർ, ഇന്ത്യൻ സ്കൾപ്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തു. പേർഷ്യൻ ഗോൾഡ് കോയിൻസ് were circulated in India. ഇന്ത്യയിൽ പേർഷ്യൻ അല്ലെങ്കിൽ പേർഷ്യക്കാരുടെ ഗോൾഡ് കോയിൻസ്, സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. The philosophers and scholars in India got ample encouragement from the Persian. ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഫിലോസഫേഴ്സിനും സ്കോളേഴ്സിനും, ജ്ഞാനികളായിരുന്നവർക്കും ഒക്കെ അവർ എന്തുണ്ടായിരുന്നു, നല്ലൊരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഉണ്ടായിരുന്നു. ആരുടെ? പേർഷ്യക്കാരുടെ. ഇതാണ് പേർഷ്യക്കാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായത് ചേഞ്ചസ്. എന്നാൽ മക്കതോണിയക്കാർ അല്ലെങ്കിൽ മാസിഡോണിയക്കാർ ഇന്ത്യയിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയേ. ട്രേഡ് റിലേഷൻസ് വിത്ത് യൂറോപ്പ് വെർ സ്ട്രെങ്തൻ. യൂറോപ്പുമായിട്ടുള്ള ട്രേഡ് റിലേഷൻ വളരെ ശക്തിപ്പെട്ടു. ന്യൂ ട്രേഡ് റൂട്ട്സ് ബോത്ത് ലാൻഡ് ആൻഡ് സീ ഡെവലപ്ഡ്. അതായത് കരയിലൂടെയും അതേപോലെ തന്നെ കടലിലൂടെയും പുതിയ പുതിയ ട്രേഡ് റൂട്ട്സ്, അതായത് കച്ചവട പാതകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റൂട്ടുകൾ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ജിയോഗ്രഫിക്കൽ നോളജ് ഇൻക്രീസ്ഡ്. ഭൂമിപരമായ അല്ലെങ്കിൽ ഭൂശാസ്ത്രപരമായ അറിവുകൾ വളരെ കൂടുതലായി. യൂണിഫിക്കേഷൻസ് ഓഫ് റീജിയൻസ് ഇൻ ദി നോർത്ത് വെസ്റ്റേൺ ഫൗണ്ടൻസ് ഓഫ് ഇന്ത്യ took place. അതായത് ഒരു ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന റീജിയൻസിനെയൊക്കെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി. ഗ്രീക്ക് ആർക്കിടെക്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഗ്രീക്കിലെ ശില്പശൈലി, ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് മാസിഡോണിയക്കാർ വന്നപ്പോഴുണ്ടായ ചേഞ്ചസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ വാസ് അലക്സാണ്ടർ? ആരായിരുന്നു അലക്സാണ്ടർ? ആരായിരുന്നു അലക്സാണ്ടർ? നോക്കിക്കേ. അലക്സാണ്ടർ വാസ് ദി റൂളർ ഓഫ് മാസിഡോണിയ ഇൻ ഗ്രീസ്. ഗ്രീസിലെ മാസിഡോണിയയുടെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ. ഹി എക്സ്റ്റെൻഡഡ് ദ ഗ്രീക്ക് എംപയർ ബൈ ഡിഫീറ്റിംഗ് മെനി പേർഷ്യൻ കിങ്സ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യം അദ്ദേഹം എങ്ങനെ വിപുലീകരിച്ചു, എങ്ങനെ എക്സ്പാൻഡ് ചെയ്തെന്നാണ് പറഞ്ഞത്? പേർഷ്യൻ രാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ എല്ലാം യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്തു. ഹി വാസ് എ സ്റ്റുഡൻറ് ഓഫ് ഗ്രീക്ക് ഫിലോസഫർ ആൻഡ് തിങ്കർ അരിസ്റ്റോട്ടിൽ.
ഗ്രീക്കിലെ വലിയ അറിയപ്പെടുന്ന ഒരു ഫിലോസഫറും തിങ്കറും അതായത് അതേപോലെ തത്വചിന്തകനും ചിന്തകനും ആയിരുന്നു അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ അരിസ്റ്റോട്ടിലിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ആര്? നമ്മുടെ അലക്സാണ്ടർ. അലക്സാണ്ടർ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി. അലക്സാണ്ടറിന് ജോഗ്രഫിയിലും ഭൂശാസ്ത്രത്തിലും ചരിത്രത്തിലും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. ഹെൻസ് റെക്കോർഡഡ് ദി ഹിസ്റ്റോറിസിറ്റി ഓഫ് ദി പ്ലേസസ് ഹി ഹാഡ് ക്യാപ്ചേർഡ് ആൻഡ് ഓൾസോ ദെയർ ജോഗ്രഫിക്കൽ സെറ്റിങ്സ്. അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്തിരുന്നു അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം അടക്കിയ സ്ഥലങ്ങളിലെ ജോഗ്രഫി, ഭൂമിശാസ്ത്രവും അതേപോലെ തന്നെ അവിടുത്തെ ചരിത്രവും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. അപ്പം ഈ അറിവുകളാണ് അദ്ദേഹത്തിന്റെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പോയിന്റ് ഔട്ട് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബുദ്ധിസം. ബുദ്ധമതത്തിന്റെ പ്രധാന സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് ചോദ്യം. എന്തൊക്കെയായിരുന്നു ബുദ്ധമതത്തിന്റെ പ്രധാന സവിശേഷതകൾ? ഒന്ന്, ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ബീങ്സ്. മനുഷ്യർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ഒരു മതമായിരുന്നു ബുദ്ധമതം. ഇറ്റ് പ്രൊപ്പഗേറ്റഡ് ദി കൺസെപ്റ്റ് ഓഫ് അഹിംസ. അഹിംസ എന്ന ആശയത്തെ പ്രചരിപ്പിച്ചത് ബുദ്ധമതമായിരുന്നു. ഇറ്റ് വാസ് കമ്പാഷനേറ്റ് ടു ഓൾ ലിവിങ് ബീങ്സ്. എല്ലാ ജീവജാലങ്ങളോടും കരുണ ഉണ്ടാവണം എന്ന് പഠിപ്പിച്ച ഒരു മതമായിരുന്നു ബുദ്ധമതം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത അഹിംസ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു ഗംഗാ സമതലത്തിലോട്ട് എങ്ങനെയാണ് പണ്ട് ആര്യന്മാര് കുടിയേറി പാർത്തത്, പുതിയ പുതിയ ട്രൈബുകൾ, ഗ്രൂപ്പ്സുകൾ എങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് എങ്ങനെ അവർ എക്സ്പാൻഡ് ആയി ഓരോ സ്ഥലങ്ങളിലും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം എന്തൊക്കെയാണ് നമ്മളൊന്ന് പഠിച്ചതെന്ന് ഒന്നുകൂടി ഒന്ന് ഓവർവ്യൂ നോക്കിയാലോ. അപ്പം നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി ഗാംഗറ്റിക് പ്ലെയിൻസ് എന്നായിരുന്നു. അതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞു ആര്യന്മാർ ഫസ്റ്റ് വന്നെത്തിയത് സപ്തസിന്ധു റീജിയനിലാണെന്ന് പറഞ്ഞു. സപ്തസിന്ധു റീജിയനിലുള്ള അവരുടെ ലൈഫിനെ കുറിച്ച് പ്രധാനമായും രേഖപ്പെടുത്തിയത് ഋഗ്വേദയിലൊക്കെ ആയിരുന്നു. പിന്നെ അവരുടെ ജീവിതശൈലി രീതികൾ എങ്ങനെയൊക്കെ ആയിരുന്നു, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം അവർ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് അവർ ഗാംഗറ്റിക് വാലിയിൽ, ഗംഗാതടത്തിൽ എത്തി. അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും ഇൻഫർമേഷൻസ് കിട്ടുന്നത് സാമവേദയിൽ നിന്നും യജുർവേദയിൽ നിന്നും അഥർവവേദയിൽ നിന്നൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ എങ്ങനെ അവരുടെ ലൈഫ് സെറ്റിലാക്കി, അവരുടെ അഗ്രികൾച്ചർ അവർ തുടങ്ങിയത്, അവരുടെ കൃഷി തുടങ്ങിയത്, അത് ഡെവലപ്പ് ആയത്, അത് പിന്നീട് ട്രേഡായി മാറിയത്, പിന്നീട് അവിടെയെല്ലാം വലിയ വലിയ സിറ്റീസ് ഫോം ചെയ്തതൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ പുതിയ പുതിയ ഐഡിയാസ് ഫോം ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനമായിരുന്നു ജൈനിസവും ബുദ്ധിസവും. അതിൽ ജൈനിസം പ്രൊപ്പഗേറ്റ് ചെയ്തത് മഹാവീരയും ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്തത് ബുദ്ധയുമായിരുന്നു, ശ്രീ ബുദ്ധയുമായിരുന്നു. അപ്പൊ അവരുടെ തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ രണ്ട് ആശയങ്ങളുടെ സിമിലാരിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ മഹാജനപദാസിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഈ ഗ്രൂപ്പുകൾ, നാടോടികളായി നടന്ന ഗ്രൂപ്പുകൾ, അവർ സെറ്റിലായ പ്രദേശങ്ങളെയാണ് ജനപദാസ് എന്ന് പറഞ്ഞു. അങ്ങനെ ജനപദാസ് എല്ലാം കൂടി ചേർന്നാണ് മഹാജനപദാസ് എന്ന് പറഞ്ഞു. ഓരോ ജനപദയും അവരുടെ ഗോത്രവുമായിട്ട് ബന്ധപ്പെട്ട പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ മഹാജനപദാസ് ആരൊക്കെയാണ് ഭരിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു. രാജാക്കന്മാരുടെ ഭരണം ഉണ്ടായിരുന്നു, ഗണസംഖ്യയുടെ ഭരണങ്ങളുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. പിന്നീട് അവിടെ അവർ അഗ്രികൾച്ചർ ഡെവലപ്പ് ആയത്, ട്രേഡും പിന്നെ അവരുടെ സിറ്റീസും ഒക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നീട് ഇന്ത്യയിൽ ആ കാലഘട്ടങ്ങളിലുണ്ടായ ഫോറിൻ റിലേഷൻസിനെ ബന്ധപ്പെട്ട്, അതായത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും വൈദേശിക ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നത്. അതിൽ നമ്മളുടെ ഇന്ത്യയിൽ കുടിയേറി പാർത്ത അല്ലെങ്കിൽ നമ്മളുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്ന രണ്ട് ആൾക്കാരായിരുന്നു പേർഷ്യക്കാരും മാസിഡോണിയക്കാരും. അതേപോലെ തന്നെ ഇതിനിടയ്ക്ക് നമ്മളുടെ രാജ്യം വെട്ടിപ്പിടിച്ച അലക്സാണ്ടറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മറ്റു രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളുടെ ആദ്യകാല ഇന്ത്യയിൽ എങ്ങനെ ജനവാസം തുടങ്ങി, എങ്ങനെ ഓരോ ട്രൈബുകളും ഗ്രൂപ്പുകളും രൂപപ്പെട്ടു എന്നൊക്കെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അത് പഠിച്ചു, ഒരുപാട് ചരിത്രം പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെസനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഷോർട്ട് പോയിന്റ്സും എല്ലാം നമ്മളുടെ എക്സാം പോയിന്റിൻ്റെ ഗൈഡിൽ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഫർ ചെയ്തതും എക്സാം പോയിന്റിൻ്റെ ഗൈഡാണ്. അപ്പോൾ അത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. അതേപോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നിങ്ങളുടെ എക്സാംസ് വളരെ ഈസി ആക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.